മനുഷ്യന് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ അവകാശമാണ്. ആ സ്വകാര്യതയിലേക്കുള്ള ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചൊരു കാഴ്ചയാണ് സലീമേട്ടന്റെ മരണവീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസിക്ക മരിച്ച സമയത്തുമെല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സലീമേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതിൽ എല്ലാ ജോലിയും അതർഹിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് പൂർണ്ണമായും എക്സ്ക്ലൂഡഡ് ആണ്. അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമ പ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സലീമേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ചന്തു ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ചിത കത്തിക്കഴിഞ്ഞ് ശേഷം മുറിയിലെത്തിയപ്പോൾ ചന്തുവിനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സലീമേട്ടൻ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇതിന് ശേഷം വന്ന് നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ട. അവിടെ അങ്ങനെ ഒരു മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഒരു വിധത്തിൽപ്പെട്ട മതപരമായ ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസിന്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിന്റെ ചടങ്ങിന് ആ തോക്കൊന്ന് തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അത് അനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത കാണിക്കാതെ അവിടെ തിങ്ങിക്കൂടിയത് കൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ നിമിഷത്തിൽ തുടങ്ങിയതല്ല, അതിനു മുമ്പ് തൊട്ട് തന്നെ. ഈവൻ ഞങ്ങള് സലീമേട്ടന്റെ ശരീരം അവിടെ എത്തിച്ച ശേഷം ഫ്രീസറോട് കൂടി എടുത്തിട്ടാണ് ഹോളിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇത്രയും വെയിറ്റുള്ള സാധനം 6 പേര് എടുത്തുകൊണ്ട് നടക്കുമ്പം ഈ ഫ്രീസറിനൊക്കെ വലിയ കനമാണ്. അതിന് ചുറ്റും മൊബൈലുമായിട്ട് ഒന്ന് വളരെ പതുക്കെയാണ് ഈ സംഘം പുറകിലോട്ട് നീങ്ങുന്നത്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യം പ്ലീസ് ഇത്തിരി സ്പീഡിൽ നടക്കണം, നിങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവരിത് ചെയ്യാതിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. അതെല്ലാ മര്യാദകളുടെയും അപ്പുറമാണ്. ഒപ്പം ഈ ഒരു സന്ദർഭം കണക്കാക്കിക്കൊണ്ട് പറയണം, നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ സിനിമാ പ്രവർത്തകരോ ആരോ ആയിക്കോട്ടെ, അവർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പം അവരെ ഇഷ്ടംപോലെ ആളുകൾ ഷൂട്ട് ചെയ്യും. അത് ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു 4ാം തൂണെന്ന് അറിയപ്പെടുന്നതും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഞങ്ങളെക്കാളൊക്കെ വലിയ അവകാശങ്ങളും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത്. അതിന് ജേർണലിസം പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകരെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ, അതിൽ ലൈസൻസ് ഉള്ള ആളുകൾ, ഇവിടെ നിന്നല്ല ഇത് പോയിട്ട് ഒരു വിധത്തിൽപ്പെട്ട ലൈസൻസും ഇല്ലാതെ നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ നമ്മളൊരു ഫാമിലി ആയിട്ട് അത് ഇതിൻ്റെ ഒരു ആക്രമണമെങ്കിൽ ഇത് നിങ്ങൾക്കാണ് സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിന്റെ കാര്യം വിട്ടേക്കുക. ഞാനോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരാളോ അയാളുടെ ഭാര്യയോ മകളോ ഒക്കെ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ക്ഷേത്രത്തിൽ പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലോ എല്ലാം അവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അനാവശ്യമായ ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ട് ഇയാളുടെ ഭാര്യ എന്ത് സിമ്പിളാണെന്ന് നോക്കൂ, അച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് നോക്കിയിരിക്കുന്ന മകളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ, കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരെയും പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക. അവർ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പം അവരുടെ കൂട്ടുകാരെന്താണ് അവിടെ അങ്ങനെ ചെയ്തതെന്ന് മക്കളോട് ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മനുഷ്യന് ക്യാമറകളിൽ നിന്ന് മാറി സ്വകാര്യത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, സ്വകാര്യതയല്ല, പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നു, പക്ഷെ അതുപോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തെ, ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കൂടി, ലൈസൻസ് ഉള്ള ആളുകളെ കൂടി ഇതിപ്പോൾ ബാധിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ക്യാമറകൾ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ലൈസൻസ് ഉള്ള ചാനലുകളുടെ ക്യാമറയ്ക്ക് നല്ലൊരു കാര്യം കിട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ മുന്നിൽ ഈ ക്യാമറയായിട്ട് വരികയാണ്. അപ്പോൾ അതിനെതിരെ ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും സ്വകാര്യതയിൽ കടന്നു കയറുന്ന എല്ലാവരും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഒരു വിഷമം പറച്ചിലും ഒരു അഭ്യർത്ഥനയുമായി കണക്കാക്കണം. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഈ സിനിമ പ്രൊമോഷന് വേണ്ടിയൊക്കെയാണ് ഇവർ ആദ്യം തുടങ്ങുന്നത്. സിനിമ പ്രൊമോഷൻ ചില നടന്മാരുടെ അവരുടെയൊക്കെ പ്രൊമോഷനൊക്കെ ആയിരിക്കും, പക്ഷെ അതല്ല ഇത്ര വലിയ രീതിയിൽ അവർ തഴച്ചു വളരുകയും
അപ്പോ കണക്കൊന്നുമില്ല. കൊച്ചി പോലെയുള്ള സിറ്റിയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ സിനിമ മേഖലയിലുള്ള ആളുകൾ കൂടി ഇതിനെ ഒന്ന് വളം വെച്ച് കൊടുത്തു എന്ന് പറയണ്ടേ? അല്ല, പ്രൊമോഷൻ അത് ഉപയോഗിക്കുന്നത് ഒരു വളം വെക്കലല്ലോ, അത് ഇതിനുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. നമ്മള് ടാക്സി പിടിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് ടാക്സി കൊണ്ട് നമ്മൾ ഇടിക്കാൻ പാടില്ലല്ലോ. ആവശ്യത്തിന് അവർ പ്രതിഫലമായി പണം മേടിച്ചുകൊണ്ട് പ്രൊമോഷന് ഉപയോഗിക്കുന്നതും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? പ്രൊമോഷൻ ഇതും രണ്ടാണല്ലോ. സത്യത്തിൽ ഈ ദൃശ്യങ്ങളാണ് ഒരു പ്രൊമോഷനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏത് ദൃശ്യങ്ങൾ? സിനിമാക്കാരുടെ ദൃശ്യങ്ങൾ. അത് നിങ്ങൾ ഈ സിനിമയ്ക്ക് ആ സിനിമാക്കാരുടെ ദൃശ്യങ്ങൾ പൊതുപരിപാടികളാണ്. വിവേചനം ഇല്ലാതായി പോകും. അതില്ല, ആ വിവേചനത്തെ വേണമെന്നാണ് അഭ്യർത്ഥിച്ചത്. സിനിമാ പ്രൊമോഷൻ ഒരു പൊതുപരിപാടിയാണ്. സിനിമാടൻ തിയേറ്ററിൽ വരുന്നതോ ഒരു മാളിൽ അതിന്റെ ലോഞ്ചിന് വരുന്നതോ പൊതുപരിപാടികൾക്ക് ഞാൻ ഈ പ്രശ്നം പറഞ്ഞില്ലല്ലോ. പൊതുപരിപാടികളിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാധ്യമങ്ങളും മറ്റെല്ലാ കാര്യങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. പൊതുപരിപാടികൾ ആവശ്യത്തിന് എടുത്തോളൂ, ആവശ്യത്തിന് അവർ ഷൂട്ട് ചെയ്തോട്ടെ. അതിനൊന്നും ആരും ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തു എന്നും പറഞ്ഞ് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല സാർ, ഇവരുടെ പ്രധാന വരുമാനം മാത്രമല്ല, നമ്മൾ സിനിമ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട്, സിനിമ ഹോർഡിങ്സ് വെക്കുന്നുണ്ട്. സിനിമയുടെ ഒരു പ്രൊമോഷൻ ചെയ്യുക എന്ന് പറയുന്നത് പല മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രധാന വരുമാന മാർഗമാണ്. അതൊന്നും ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നത് ഈ ചെയ്യുന്നതിനുള്ള ലൈസൻസ് അല്ലല്ലോ. എല്ലാം നിങ്ങളൊക്കെ മാധ്യമങ്ങളല്ലേ, നിങ്ങൾ ചെയ്യുന്നില്ലേ? നിങ്ങൾ സിനിമ പ്രൊമോഷൻ വാങ്ങുന്നില്ലേ? പത്രങ്ങളിൽ വാങ്ങുന്നില്ലേ? പ്രൊമോഷൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർ പ്രതിഫലമായി പണം വാങ്ങിക്കുന്നു, അതിന്റെ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നു, അവരവിടെ ഇറങ്ങുന്നു, ഷൂട്ട് ചെയ്യുന്നു. അതിനെപ്പറ്റി ഒരു പരാതി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് കർമ്മം ചെയ്യാൻ അനുവദിക്കാതെ ഇത് ഷൂട്ട് ചെയ്യുക, ഒരാളുടെ വിവാഹമായിക്കോട്ടെ മറ്റൊരു വ്യക്തിപരമായി ഒരാളുടെ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് അയാളുടെ കുടുംബം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെ നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് മ്യൂസിക് ഇട്ട് ക്യാപ്ഷൻ ഇടുന്നതും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, അതിനൊരു മര്യാദ കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇപ്പൊ നേരത്തെ ഫാമിലി സ്പേസിലേക്ക് കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ വൾഗറായിട്ട്, പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ നടിമാരുടെ ഒക്കെ വൾഗറായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഈ സംഘടനകൾ തന്നെ ഏത് രീതിയിൽ നിങ്ങൾ പോകരുത് എന്ന് അവരോട് പറയാലോ, കാരണം അവരുമായിട്ട് ബന്ധമുണ്ടാവും, അവർക്ക് പൈസ. സംഘടന വേണ്ട, ഞാനതാ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞത്. സിനിമാ സംഘടനകൾ ഇവരോട് പറയുന്നത് എവിടെയാണ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരനെ പോലെ അവിടെ നിന്ന് ദയവ് ചെയ്ത് ഇവരുടെ കുടുംബം ഇത് ചെയ്തോട്ടെ, മാറി നിൽക്കൂന്ന് പറഞ്ഞിട്ടും പറ്റുന്നില്ലല്ലോ. സംഘടനകൾ എന്താ പറയുക? ഇത് ഞാൻ സംഘടനയുള്ള ഞാനിത് ആവശ്യപ്പെടുകയാണ്, ഇതൊരു റിക്വസ്റ്റാണിത്. ഒരു തൊഴിൽ ഒരാൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയ ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ആ തൊഴിൽ ചെയ്യുന്നതിന്, കാരണം ഇവരൊന്നും നിങ്ങളെപ്പോലൊരു എക്സ്പീരിയൻസിലോ ട്രെയിൻഡായ ആളുകളോ അല്ലെങ്കിൽ ജേർണലിസം എന്താണെന്ന് പഠിച്ചവരോ ഒന്നുമല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും. അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവർക്ക് കണ്ണിൽ കാണുന്നത് എന്തും ചിലപ്പോൾ കണ്ടന്റായിട്ട് തോന്നുന്നുണ്ടാകാം. അതിനകത്ത് മനുഷ്യന്റെ കാര്യങ്ങൾ, ഞാനതാ സുധി മരിച്ചപ്പോഴുള്ള കാര്യവും നവാസിക്കയുടെ കാര്യം ഇതൊക്കെ പറഞ്ഞു. നമ്മളവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ നിരന്തരം ആദ്യം ഹോളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ച ഫ്രീസർ നേരെ ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം, പിന്തുണ, അതാണ് അവരിവിടെ മിസ്യൂസ് ചെയ്യുന്നത്. അല്ല അതെങ്ങനെയാ സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം? കഴിഞ്ഞ പ്രാവശ്യത്തെ ജൻബോഡി യോഗത്തിന് നിങ്ങളൊരു ഓൺലൈൻ ചാനലിനാണ് അമ്മ അത് എടുക്കാനും വിഷുവിനൊക്കെ പെർമിഷൻ കൊടുത്തത്. സ്വാഭാവികമായിട്ട് ആ പെർമിഷനും അംഗീകാരമാണ് അവർ ഇത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. ആ പെർമിഷനും അംഗീകാരവും മിസ്യൂസ് ചെയ്യുന്നത് അതൊരു സ്വാഭാവികമായിട്ടൊന്നും നിങ്ങൾ പറഞ്ഞത് സ്വാഭാവികമാണ്. അതുവഴി കിട്ടുന്ന സ്വാഭാവികമാണ്. അതെ, അവരെ നിയന്ത്രിക്കേണ്ടത് സിനിമാക്കാരെ തന്നെയാണ്. അതാണ് ഞാൻ എങ്ങനെയാണ് അവരെ സിനിമാക്കാരോടുള്ള ബന്ധമുള്ള സിനിമാക്കാരാണ് അവരോട് സംസാരിക്കേണ്ടത്. ഇല്ല, ഓൺലൈൻ ബ്ലോഗേഴ്സിനെയും അതേപോലെ തന്നെ മീഡിയാസിനെ മാത്രമാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. അവരാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ, അതായത് MLA മത്സരം ഈ മണ്ഡലത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം താരസംഘടനയായ അമ്മ എടുക്കും. നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അമ്മ സംഘടന ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് അതിന്റെ ഷൂട്ടിംഗ് റൈറ്റ്സ് കൊടുത്ത് പ്രതിഫലമായി പണം മേടിച്ചിട്ടാണ് ഒരാളെ അകത്ത് കയറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ആ പണം അമ്മയുടെ അകത്തുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിജയിക്കുന്നത്. അതിനൊരു റീച്ച് ഉണ്ടല്ലോ. ഈ റീച്ച് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നതാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം. ആ റീച്ചിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അതിന് പ്രതിഫലമായി പണം വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ആ ടോട്ടൽ ഇത് ഷോ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതാണ് ഈ സാധനം. മീറ്റിങ്ങിന്റെ
രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആരെയും കയറ്റുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതോ അവിടെ ആളുകൾ നടക്കുന്നതോ എടുക്കുന്നതോ എടുക്കാൻ പ്രതിഫലമായി പണം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് സ്വാഭാവികമായി അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. ആ ദുരുപയോഗം ചെയ്യുന്നത് അത്തരം ആളുകളാണ് ഈ മേഖലയിലേക്ക്, അതായത് എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം, അല്ലെ ആ ലൊക്കേഷനിൽ അടക്കം എന്താണ് അവിടെയുള്ള സാഹചര്യം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്. നേരത്തെ എംഎൽഎ പറഞ്ഞല്ലോ, അത്തരം ആളുകളാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. അതെ, അങ്ങനെ മിസ്യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ മിസ്യൂസ് എന്നുള്ള വാക്കാണല്ലോ പറഞ്ഞത്. നമ്മളൊരു സാധനത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരാൾ കത്തിയെടുത്ത് കുത്തിക്കൊന്നു കഴിയുമ്പോൾ അയാൾ ആ കത്തി വെച്ച് പണ്ട് കഷ്ണം മുറിക്കാൻ ഉപയോഗിക്കുന്നു പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത് അതിന്റെ യഥാർത്ഥ ഉപയോഗത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാന്ന്, ഇതെല്ലാം ലോകം മുഴുവൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. മരിച്ച വീട്, കല്യാണ വീട്, മനുഷ്യൻ വേദനിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനോ അമ്മയുടെ മീറ്റിങ്ങോ സിനിമയിൽ ഒരാൾ ഇടപെട്ട് നിൽക്കുന്നതിനൊക്കെ ഇതെല്ലാം മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ട്. സിനിമ ഒരു മാധ്യമമാണ്, മറ്റു മാധ്യമങ്ങളുടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതൊരു സിനിമാ നടന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, ഈ സിനിമ നടന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ മരണ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ തരില്ല എന്നുള്ളത് അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ സംഘടനകൾക്ക് പറയാൻ കഴിയുമോ? അതെങ്ങനെ പറയാൻ കഴിയുന്നത്? സിനിമയുടെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലം കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ ആർക്കാണ് പ്രൊമോഷൻ തരുന്നതെന്ന് പറയുന്നത്? അവിടെ ഒരു 2000 പേര് അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മളിതിൽ ആരോടാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇനി പ്രൊമോഷൻ നമ്മൾക്ക് തരാൻ പറ്റില്ലെന്ന് പറയുന്നത്? സാർ, പ്രൊമോഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് അവർ പ്രതിഫലം വാങ്ങി ചെയ്യുന്ന അതിന്റെ പർപ്പസ് സേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിന് നമ്മൾ നിങ്ങൾക്ക് ആർക്കും പ്രൊമോഷൻ തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ അടുത്ത തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമാ നടന്മാരുടെ മാത്രം പ്രശ്നമല്ലെന്നേ. ഇത് രാഷ്ട്രീയക്കാരന്റെ വ്യക്തി ജീവിതത്തിലും സ്പോർട്സ് താരത്തിന്റെ വ്യക്തി ജീവിതത്തിലും പ്രശസ്തരായ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ കാര്യമുണ്ട്. ഇത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയും സിനിമാക്കാരിലും കയറുന്ന ഒരു കാര്യം. ഇന്നലെ സലീമേട്ടൻ ആയതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. ഇത് ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസവും ഇതുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്പോർട്സിലെ ഏതെങ്കിലും ഒരു താരം മരിച്ചാലും ഇത് ഉണ്ടാവും. അങ്ങനെ ഇതൊരു നിയമം മൂലമൊക്കെ നമുക്കിത് കൊണ്ടുവന്നാലും ഇതൊരു അവനവന്റെ ആത്മബോധത്തിന്റെ കാര്യത്തിൽ ഒരാൾ നമ്മളിങ്ങനെ 10 പേരിൽ നിന്ന് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും ഇതിന്നൊരു 4 പേരെങ്കിലും ഇത് മനസ്സിലാക്കുകയും മാറുകയും അല്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാവരെയും അടച്ചിട്ട് ഇത്രയും പേര് 5000 പേരോടെ ഫോൺ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതെയാണ് ചന്തു അത്രയും ഒച്ചെടുത്തത്. അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഒരു 10 മിനിറ്റും കൂടെയാണ് അയാൾക്ക് അച്ഛനെ അതുപോലെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വിറക് വെച്ചത് മൂടുകയാണ്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പേഴ്സണൽ സ്ഥലത്ത് നിന്നത് കാണാൻ അവസരം കൊടുക്കാത്ത അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നേ പറയുന്നുള്ളൂ. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നിർത്തണമെന്നോ ഓൺലൈൻ മാധ്യമങ്ങൾ നിർത്തണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇതൊരു വിവേചന ബുദ്ധിയുടെ സ്ഥലം ഇതിനകത്തുണ്ട്. അത് നമ്മൾക്ക് പറയാം. ഇതുപോലെ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം. കടന്നു വരുന്നു എന്ന് പറയുന്നവർക്ക് പരാതി കൊടുത്താൽ ആർക്കെങ്കിലും എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പോ ഈ ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടുകൂടി ലൈസൻസോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഇതിന് ഈ ഓൺലൈനുകൾക്ക് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പൊ അതിനൊരു ലൈസൻസിങ് സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഒരു MLA കൂടിയാണ്, സിനിമാ പ്രവർത്തകരാണ്. അങ്ങനെ നിയമസഭയിൽ അതിനൊരു ലൈസൻസിങ് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. 100% വളരെ നല്ലതാണ്. അതൊരു ഉത്തരവാദിത്വം ആളുകളിൽ വർദ്ധിപ്പിക്കും. അതിനൊരു ലൈസൻസും നമ്മൾക്ക് എല്ലാവരും ഇല്ല. അത് നമ്മുടെ OTTകൾക്ക് പോലും കാര്യമായിട്ടുള്ള സെൻസറിങ് ഇല്ല. സെൻസറിങ് തിയേറ്ററിൽ വരുന്ന കാര്യങ്ങൾക്കല്ലേ ഉള്ളൂ. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇനി ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, അവിടെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേര് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു, ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു എന്നല്ല പറയുന്നത്. അവിടെ കണ്ടു നിൽക്കുന്ന കാണാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ നിന്നുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എല്ലാവരും മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ വളരെ നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ്. സിവിക് സെൻസിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഇതൊരു അഡിക്ഷൻ ഉണ്ട്. എന്ത് നല്ല കാര്യത്തിനും ഞാനൊരിക്കൽ പറഞ്ഞു വരാം. അത് എല്ലാ കൊല്ലവും നടക്കുന്നതാണെങ്കിലും തൃശ്ശൂർ പൂരമായാലും ശരി, വള്ളംകളിയായാലും ശരി, അവിടെ എത്തി നിന്ന ശേഷം ഇതെടുത്ത് ഷൂട്ട് ചെയ്യുകയും നിരന്തരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണുമ്പം അത് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആരും ഒരു ലിവിങ് ഇൻ ദ മൊമെന്റ്
നിമിഷം അറിയുന്നില്ല. ഇതൊരു പ്രോസസ്സായി മൊബൈലിൽ കൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇത് മറ്റൊരാൾ ഞാൻ അതാ പറഞ്ഞത്, എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. നമ്മളിപ്പോൾ നല്ല 4K അത്ര ദൂരം സുഖമുള്ള മൊബൈൽ ഫോണുകൾ ആളുടെ ഇരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ വിളിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതും സാധാരണക്കാരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന തുഷാറിനെ കണ്ടോന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്. പിന്നെ ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോറ് വരുത്തന്നെന്ന് പറഞ്ഞ് നാട്ടിൽ കമന്റ് വിടും. വെറുതെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്ന തുഷാറിനെ കണ്ടു വെച്ചാൽ എന്ത് പറയാനാണ്. നമ്മളെ നാട്ടുകാരെ കൊണ്ട് ചീത്തുവിളി ഏൽപ്പിക്കുക, അവരുടെ വീഴ്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഞാനൊരിടത്ത് പറഞ്ഞത് ഈ പേര് കൃത്യമായിട്ട് മാനപ്പേരുന്നു. ഒന്നുകിൽ ജനങ്ങളെ ഇതിന്റെ ബോധവൽക്കരിക്കണം. അത് ചെറിയൊരു കാര്യമല്ല. അത് ബോധവൽക്കരിച്ചെത്തുക എന്ന് പറയുന്നത് എത്തൂല, അത്ര ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞാണ്, മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് നവ്യ നായരെ കാണാൻ എന്ത് സുന്ദരിയാണല്ലോ എന്ന് കാർഷൻ ഇടും. അപ്പൊ കുറെ പേര് വന്നിട്ട് ഇത് മഞ്ജു വാര്യരാന്ന് കമന്റ് ഇടുന്നു. കുറച്ച് പേര് വന്നിട്ട് കമന്റ് ഇടാൻ, എടാ ഇത് നിന്നെ പറ്റിക്കുകയാണ്, നീയൊക്കെ കമന്റ് ഇടാൻ വേണ്ടിയാണ് കമന്റ് ഇട്ടതെന്ന് ഇവൻ കമന്റ് ഇടും. ഇവരൊക്കെ ഒറ്റ കുഴിയിൽ കിടക്കണത്. തിരുത്താൻ വന്നവനും അതേ കുഴിയിൽ കിടക്കണത്, എഴുതിയവനും ഇതേ കുഴിയിൽ കിടക്കുന്നത്. റീച്ച് ഉണ്ടാക്കുക, എൻഗേജ്മെന്റ് ഉണ്ടാക്കുക, അതൊക്കെ നിർദോഷകരമായി ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുള്ളപ്പോൾ നടക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇന്നലെ ആ സമയം അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തനവും ഈ ഓൺലൈൻ കാര്യം. എല്ലാവരും പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമയുടെ പ്രൊമോഷനെ സഹായിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളിലും ആനുകാലികം എന്നുള്ള വാക്കിപ്പില്ലല്ലോ, നിമിഷമേ ഉള്ളൂ. അത് അപ്പം തന്നെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ 100% അഭിനന്ദിക്കുന്നു, അതെല്ലാം 100% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങളെക്കുറിച്ചോ ആ പ്രസ്ഥാനങ്ങൾ കൂട്ടിക്കെട്ടണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇത് ചില സന്ദർഭങ്ങളിൽ ഒരു വിവേകപൂർണമായ പെരുമാറ്റം, ഒരു അഗ്രസീവായി കണ്ടന്റ് എടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇവരൊന്ന് പിന്മാറുകയും ഗവൺമെന്റ് തലത്തിൽ ഇത് ലൈസൻസ്ഡ് ആകുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിൽ നിയന്ത്രണം ഇതുപോലത്തെ ചടങ്ങുകൾ ഞാൻ ഒരാൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് അംഗങ്ങൾക്ക് വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നിയന്ത്രണോ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് ഇവരെ എന്തെങ്കിലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മാധ്യമ സാറ്റലൈറ്റുകാരോടെല്ലാം കൃത്യമായിട്ട് ക്യാമറ ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. സാറ്റലൈറ്റ് ചാനലുകാരെല്ലാം അങ്ങനെ തന്നെ സെറ്റും ചെയ്തു. ആ ടൗൺ ഹാളിലൊക്കെ കൃത്യമായി ടൗൺ ഹാളിലും സലീമന്റെ വീട്ടിലും നമ്മൾ ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾക്ക് ഒരു ട്രൈപോഡും സ്റ്റാൻഡിങ് ക്യാമറയൊക്കെ ഉണ്ട്. ഇതത് വേണ്ട, ഇത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വരുന്ന ആള് മാധ്യമപ്രവർത്തകനാണോ ആരാണോ? ഞാൻ അതാ പറയുന്നത്, ഇത് മാധ്യമപ്രവർത്തനം മാത്രമല്ല, കാഴ്ചക്കാർ നമ്മള് ഇവന്റ്സോ ഹാപ്പിനെസ്സോ ആയിക്കോട്ടെ, ഇത് ഡോക്യുമെന്റ് ചെയ്യാണ്. എച്ച് ആൻഡ് എവരി മൊമെന്റ് ഇവർ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ് എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ മാറുന്നു വിചാരിക്കുകയാണ്. അവിടെ നമ്മൾ കയറ് കെട്ടി തിരിച്ച് പിന്നെ മാറുമെന്ന് പറയുന്നതോ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണൂല. നമ്മൾ നടക്കുമ്പം നമ്മൾ 1 മണിക്കൂർ ഇരുന്നതിനകത്തുനിന്ന് 1 മിനിറ്റ് ആയിരിക്കുമല്ലോ ഇതിനകത്ത് വരുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ കുട്ടി ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ വരും. നമ്മളൊരു കണ്ടോളുന്നില്ല. അത് മാത്രം മുറിച്ചിട്ടാലും നമ്മളിത് കണ്ടില്ല, നമ്മൾ ചീത്തയാക്കണം. ശരി, ഇത് കേട്ടോളാം. ഇതൊരു ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി. ഞാനൊരു വലിയ ഇത് പറയുന്നതല്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ മാധ്യമങ്ങളെ എല്ലാവരും ഉപയോഗിക്കുന്നു, എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിലവർ സഹായിക്കുന്നുണ്ട്. ഒന്നുമില്ല. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇത് ഞാനൊരു മാധ്യമങ്ങളെ വെറുപ്പിച്ചു അങ്ങനെയുള്ള ചിന്തയിലല്ല. അവരെല്ലാവരും ചിലപ്പോൾ ഒരു കാര്യം കേട്ടാൽ തിരുത്താൻ തയ്യാറാകുന്ന മനുഷ്യർ തന്നെയാണ്. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിൽ നിന്നൊരു 10 പേർക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകും, 10 കാഴ്ചക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകും. അതുണ്ടാകാൻ ഞാൻ കാരണം പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ 10 ചീത്ത കേട്ടാലും കുഴപ്പമില്ല എന്ന് ഓർത്തിട്ടാണ് ഇത് പറയുന്നത്. കാരണം പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ജേർണലിസം പഠിച്ച അതൊന്നുമല്ല. ഇവരൊരു വേറൊരു സംഘം ആളുകൾ ഇതിൽ ഇടപെടുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോവാവുന്നതാണ്. അത് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഒരാൾ പറയുന്നതായിട്ടാണ്. ഇത് മനുഷ്യന് ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പ്രൈവസിയെ സൂക്ഷിക്കാനുള്ള നിയമങ്ങൾ വഴി പോകാമെന്നുള്ളതല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. CC ക്യാമറ വെക്കുന്നിടത്ത് പോലും നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. ഇതിന്
അങ്ങനൊരു നിയമമില്ല. നമ്മൾക്കൊന്നും എവിടെയും 24 മണിക്കൂർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ട് ക്യാമറയുടെ മുന്നിലാകുക വഴി നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് പല കാര്യങ്ങളിലും. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മ വലിയ പ്രശസ്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളിൽ വിഷമിപ്പിക്കുന്ന കാര്യമുണ്ട്. അമ്മയെപ്പോലൊരു സംഘടനയൊക്കെ അവിടെ ഉണ്ട്. ഒരു വീഡിയോ ഔട്ട് എല്ലാവർക്കും പൊതുവായി കൊണ്ടൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. കുറെ പേരാണ് അടുപ്പിക്കാതെ. അല്ല, നമ്മൾ ഒരാൾ മരിക്കുമ്പോഴോ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് വീഡിയോ ഔട്ട് തരാന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ എന്താണ് അതിന്റെ പേര്? പൊതുദർശനം എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് നമ്മൾ വെക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഒരു കലാകാരനെ കാണാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ അതിലൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻ വെക്കുന്നത് ഇവരെങ്ങനെയാണ് ഈ പണ്ട് പാപ്പരാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഇപ്പൊ ഞങ്ങൾ ഒരു ബൈറ്റ് എടുക്കണമെങ്കിൽ വിളിച്ചാലാണ് അറിയാം. ഇത് അവരിപ്പോ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാം അവർ അറിയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് ഇവർക്ക് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ അവിടെയുള്ള ഒരു ആൾക്കാർക്ക് ഇതിന്റെ ബന്ധം ഉണ്ടാവും. അതെങ്ങനെ അറിയണമെന്നുള്ള വഴി എനിക്കറിയത്തില്ല. അറിയണമെങ്കിൽ ഞാൻ ആ വഴി ബ്ലോക്ക് ചെയ്യുമല്ലോ. ഇവർക്ക് അതെങ്ങനെ അറിയുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായി പലയിടത്തും പല നടിമാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടെ വളരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ ഇത് എത്തുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് ഇത് പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നല്ല സേവനങ്ങളെയും നന്നായി ഈ ജോലി ചെയ്യുന്നവരെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിനകത്ത് ഒരല്പം മര്യാദകൾ പാലിക്കാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിയമം മൂലമൊക്കെ അത് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് എവിടെയോ കിടക്കുന്ന കാര്യമാണ്. ഒരു മര്യാദ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അത്രേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.